പ്രധാനമന്ത്രിക്ക് പോകാമെങ്കിൽ രാഹുലിന് പൊയ്ക്കൂടെ? ചോദിക്കുന്നത് നമ്മുടെ വയനാട് MP-യും നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരിയുമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ അവരോട് രാഹുലിൻ്റെ വിദേശ യാത്രകളെക്കുറിച്ച് ഒരു ചെറിയ പരാമർശം നടത്തി. അതിന് കാരണം BJPയിലെ ചില MP-മാർ രാഹുലിനെതിരെ ഒരു ആക്ഷേപവുമായിട്ട് വന്നു. മറ്റൊന്നുമല്ല, രാഹുൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അദ്ദേഹം വിദേശത്ത് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അദ്ദേഹം ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിനകത്ത് രാഷ്ട്രീയക്കാർ ഇടപെടുന്നത് ശരിയല്ല പൊതുവെ. എന്നാലും BJP ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുകയും ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിക്കുകയും ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവല്ല, പര്യടന നേതാവാണ് എന്ന് BJP വക്താവ് ഷെഹ്സാദ് പൂനെവാല തന്നെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഇതാണ് പ്രിയങ്കയെ പ്രകോപിപ്പിച്ചത്. ഇവിടെ പ്രിയങ്ക കുറച്ചുകൂടെ പക്വതയോടെ, തന്മയത്വത്തോടെ ഇതിന് മറുപടി പറയണമായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. അവർ വളരെ പെട്ടെന്ന് ആ നെഹ്റു കുടുംബത്തിൻ്റെ ആ ലെഗസി, ആ ഒരു പൈതൃകം വെച്ചുകൊണ്ട് അവർ മറുപടി പറഞ്ഞു, പ്രധാനമന്ത്രിക്ക് പോകാമെങ്കിൽ രാഹുലിനും പൊയ്ക്കൂടെ എന്നാണ് അവർ ചോദിച്ചത്. സത്യത്തിൽ എന്തൊരു വലിയ വൈരുദ്ധ്യം അതിനകത്തുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല, പ്രിയങ്ക പറയുകയാണ്, പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദിവസത്തെ പകുതി സമയവും അദ്ദേഹം വിദേശത്താണ് ചെലവഴിക്കുന്നത്. എത്ര ബാലിശമാണ്! ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോകുന്നതെല്ലാം ഔദ്യോഗിക പരിപാടികളാണ്. അദ്ദേഹം ഒരിക്കൽ പോലും വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിനോദസഞ്ചാരത്തിന് വേണ്ടി ഒന്നും അദ്ദേഹം വിദേശത്തേക്ക് പോയ ഒരു സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ കഥയല്ല ഞാൻ പറയുന്നത്. പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം എല്ലാ വിദേശയാത്രകളും കൃത്യമായി ഔദ്യോഗികമായി ചാർട്ട് ചെയ്ത് പരിപാടികളാണ് ഈ യാത്രകൾ. അതുകൊണ്ട് പല വിദേശ നേതാക്കളുമായിട്ട് ചർച്ച നടത്തുക, ആ രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക സഹകരണം, അതുപോലെ വ്യാപാര കരാറുകൾ, പ്രതിരോധ മേഖലയിലെ സഹകരണം, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും കരാറുകൾക്കൊരു രൂപം കൊടുക്കുകയും അത് ഒപ്പിടുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. അദ്ദേഹം ഓരോ വിദേശയാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഇന്ത്യയുടെ കയറ്റുമതിയിലും ഇറക്കുമതിയിലും ഒക്കെ പല നേട്ടങ്ങളും നമുക്കുണ്ടാകാൻ പര്യാപ്തമായ വിധത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി വിനോദസഞ്ചാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ല വിദേശത്ത് പോകുന്നത്. മറിച്ച് അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട്, വ്യവസായ നയവുമായി ബന്ധപ്പെട്ട്, കയറ്റുമതിയും ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയാണ് അദ്ദേഹം വിദേശയാത്ര നടത്തിയിരിക്കുന്നത്. അതുപോലെ പ്രതിരോധ മേഖലയിലെ സഹകരണം, അതുപോലെ സാമ്പത്തിക സഹകരണം, അതുപോലെ ആരോഗ്യ മേഖലയിലെ സഹകരണം, ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ് കോവിഡ് മരണനൃത്തം ചവിട്ടിയ സമയത്ത് ലോകത്തെ 3ാം രാജ്യങ്ങൾക്ക്, വികസ്വര രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യ സൗജന്യമായി കോവിഡ് മരുന്ന് എത്തിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ എത്ര ആഫ്രിക്കൻ രാജ്യങ്ങൾ നമ്മളോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുമ്പോൾ അവർ നൽകുന്ന സ്വീകരണം അതിന് തെളിവാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് പറയാനുള്ളത്. പക്ഷെ രാഹുൽ പോകുന്നതോ, രാഹുലിൻ്റെ യാത്രകൾ ഒട്ടുമിക്കതും വിനോദസഞ്ചാര യാത്രകളാണ്. ചിലപ്പോൾ ചില വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അവിടെ ചില ആൾക്കാർ ക്ഷണിച്ചിട്ട് അവിടെ പോകുന്നുണ്ട്, അവിടെ ചില പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ദോഷവും ചെയ്യുന്നുണ്ട്. അവിടെ പോയി നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ വളരെ മോശമായി സംസാരിച്ച് നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കുന്നു, താഴ്ത്തിക്കെട്ടുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം BJP ഉയർത്തുന്നുണ്ട്. അത് വളരെ ശക്തമാണ് താനും. പലതും രാഹുലിൻ്റെ പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരികയും അത് വലിയ രീതിയിൽ പ്രതിഷേധം അതിനെതിരെ ഉയരുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയെയും പ്രതിപക്ഷ നേതാവ് രാഹുലിനെയും തമ്മിൽ ഇത്തരത്തിൽ
താരതമ്യം ചെയ്തത് കടന്ന കൈയായിപ്പോയി. പ്രിയങ്കയിലെ രാഷ്ട്രീയക്കാരിയുടെ അപക്വത, ആ പാകപ്പെടാത്ത ഒരു രാഷ്ട്രീയക്കാരിയാണ് താൻ എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു പ്രിയങ്ക ഇതിനോട് പ്രതികരിച്ചത്. അത് സത്യത്തിൽ പാടില്ലായിരുന്നു. പ്രധാനമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിൻ്റെ ഈ സ്വകാര്യ വ്യക്തിപരമായ യാത്രകളെയും പ്രധാനമന്ത്രിയുടെ യാത്രകളെയും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ടൊരു വിശകലനം വേണ്ടായിരുന്നു. ഇന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡായിട്ട് വൈറലായി മാറിയിരിക്കുകയാണ്. രാഹുലിന് പൊങ്കാലയോട് പൊങ്കാല കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയങ്കയ്ക്കും മോശമല്ല. അപ്പോൾ ഇത് നെഹ്റു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നെഹ്റു കുടുംബത്തിൻ്റെ ഇളമുറക്കാർക്ക് രാഷ്ട്രീയത്തിൽ വേണ്ടത്ര അവഗാഹമില്ല, വേണ്ടത്ര അനുഭവ പരിചയമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ്. മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ അതിൽ പ്രകോപിതയായിട്ട് അല്ലെങ്കിൽ പ്രകോപിതനായിട്ട് മറുപടി പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് നല്ലതല്ല. നമുക്കറിയാം, മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ പ്രിയങ്ക ഇവിടെ കുറെ കൂടി പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമായിരുന്നു. BJP ദേശീയ വക്താവ് അല്ലെങ്കിൽ BJPയുടെ മറ്റ് ഡൽഹിയിലെ നേതാക്കളൊക്കെ ആരോപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഉയർത്തുമ്പോൾ അതിനെതിരെ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാം. പക്ഷെ അത് പ്രധാനമന്ത്രി പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളിനെ കൂടി വെച്ചുകൊണ്ട് താരതമ്യം ചെയ്തത് തെറ്റായിപ്പോയി. അതൊരിക്കലും കോൺഗ്രസ്സിന് ഗുണം ചെയ്യില്ല. സാധാരണക്കാർ പോലും, ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവർ പോലും ഇവിടെ പ്രിയങ്കയെ കുറ്റപ്പെടുത്തി രംഗത്ത് വരുന്നത് നമ്മൾ കാണുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇത് ഒരു വലിയ അബദ്ധമാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അബദ്ധം കോൺഗ്രസ്സിന് ഗുണമല്ല, ദോഷമാണ് ചെയ്യുന്നത്. രാഹുലും പ്രിയങ്കയും പലപ്പോഴും തങ്ങളുടെ നില മറന്ന് സംസാരിക്കുകയാണ് എന്ന് BJPയും മറ്റു പലരും കുറ്റപ്പെടുത്തുന്നത് ഇവിടെ ശരിയായി വന്നിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ കുറെ കൂടി പക്വതയോടെ, ക്ഷമയോടെ, തന്ത്രപൂർവം മറുപടി പറയേണ്ടതായിരുന്നു. പക്ഷേ അതിന് പ്രിയങ്കയ്ക്ക് സാധിച്ചില്ല. വടി കൊടുത്ത് അടി വാങ്ങി എന്ന് പറയുന്നത് പോലെയാണ് സോഷ്യൽ മീഡിയയിൽ വൻ പൊങ്കാല ആങ്ങളെയും പെങ്ങളും ചേർന്ന് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്.